ഇതിന്റെ ഇടയിൽ ഒരു ചാനൽ ഉണ്ടാവും അല്ലെ, നമ്മൾ ഗേറ്റിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ചാനൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇതിന്റെ മുകളിലായിട്ട് ഒരു ഗേറ്റ് ഉണ്ടായിരിക്കും. ഈ ഗേറ്റ് ആണ്, ഇത് മോസ്ഫെറ്റിന്റെ കേസാണ്, ഗേറ്റ് ആണ് എന്തിനെ കൺട്രോൾ ചെയ്യുന്നത്, ചാനലിനെ കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ കറണ്ട് ഫ്ലോയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ചാനൽ വെച്ചിട്ടാണ്, ചാനലിന്റെ ഗേറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് സാധാരണ ഒരു മോസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ഡ്രെയിൻ ഉണ്ടാവും, ഒരു സോഴ്സ് ഉണ്ടാവും, പിന്നെ മുകളിൽ ഒരു ഗേറ്റ് ടെർമിനൽ ഉണ്ടാവും. ഈ ഗേറ്റ് എന്ന് വെച്ചാൽ ടോപ്പ് ആയിരിക്കും അല്ലെ, ഒരൊറ്റ ഗേറ്റ് ടെർമിനൽ ഉണ്ടായിരിക്കും, ടോപ്പ് ലെയറിലാണ് അതുള്ളത്. ആ ഗേറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ അത് മോസിന്റെ വർക്കിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക, പഴയ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ. ഓക്കെ, ഫിൻഫെറ്റ് ഇറ്റ് ഈസ്, നമുക്ക് പറയാം, ഇറ്റ് ഈസ് ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ മോസ് സ്ട്രക്ചർ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, മോസ്ഫെറ്റിന്റെ കുറച്ചുകൂടെ ഒരു ഇംപ്രൂവ്മെന്റിനെയാണ് ഫിൻഫെറ്റ് എന്ന് പറയുന്നത്. ഫിൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ എന്താണ് വ്യത്യാസം എന്നുള്ളത് ജസ്റ്റ് പറയാം. വിച്ച് യൂട്ടിലൈസ് ട്രൈ ഗേറ്റ് സ്ട്രക്ചർ, 3 ട്രൈ ഗേറ്റ് സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം ആ സ്ട്രക്ചർ ഒന്ന് കാണിക്കാം. നമ്മൾ സാധാരണ ഒരു മോസ്ഫെറ്റ് സ്ട്രക്ചറിനെയാണ്, സാധാരണ ഒരു മോസ്ഫെറ്റ് സ്ട്രക്ചർ ആകുമ്പോൾ ഇതാണ്, ഈ കാണിക്കുന്നതാണ് സാധാരണ ഒരു മോസ്ഫെറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ഡ്രെയിൻ ഉണ്ടായിരിക്കും, ഒരു സോഴ്സ് ഉണ്ടായിരിക്കും അല്ലേ, ഒരു ഡ്രെയിൻ ഉണ്ടായിരിക്കും, ഒരു സോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ കറണ്ട് ഫ്ലോ അക്രോസ് ചാനലാണ്, ഡ്രെയിനും സോഴ്സും അക്രോസ് ആയിട്ടായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തുണ്ടായിരിക്കും, മുകളിൽ ഒരു ഗേറ്റ് ടെർമിനൽ ഉണ്ടാവും, ആണല്ലോ, മുകളിൽ ഒരു ഗേറ്റ് ടെർമിനൽ ഉണ്ടാവും. ഫിൻഫെറ്റ് ആകുമ്പോൾ ഇതാണ് സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഫിൻഫെറ്റിലാകുമ്പോൾ സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസം ഇതാണ്. നമ്മളെ പഴയതുപോലെ ഗേറ്റ് ഉണ്ട്, ഇപ്പുറത്തെ ഒരു സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ഡ്രെയിനും ഉണ്ട്. അപ്പൊ ഡ്രെയിനും സോഴ്സും ഉണ്ട്, പക്ഷെ ഗേറ്റ് എന്ന് പറയുന്നത് അതിന്റെ മുകളിലല്ല. നേരത്തെ നോക്കിയേ, നേരത്തെ എന്ന് വെച്ചാൽ ഡ്രെയിനും സോഴ്സിന്റെയും മുകളിൽ ഒരു ഗേറ്റ് ഉണ്ടാവും. ഫിൻഫെക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഗേറ്റും സോഴ്സിന്റെ ഇടയിലല്ല ഗേറ്റ് ഉള്ളത്, അല്ല മുകളിലല്ല ഗേറ്റ് ഉള്ളത്, മുകളിലുണ്ട്. ആ സ്ട്രക്ചർ നോക്കിയറിയാം അല്ലെ, മുകളിലുണ്ട്, അതേപോലെ 2 സൈഡിലും ഉണ്ട്. ഇവിടെ ഈ ഒരു സോഡിയം ഫിൻ വെച്ചിട്ടാണ് ഈ ഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗേറ്റ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഒരു ഫിൻ ഉപയോഗിച്ചിട്ടാണ്, സോഡിയം ഫിൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫിൻ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഫിൻഫെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ, നേരത്തെ ഈ സോഴ്സും ട്രെയിനും കൊണ്ട് ഈ മുകളിലത്തെ ഭാഗത്ത് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഗേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം. ഇതായി നമ്മൾ നേരത്തെ സ്ട്രക്ചർ ആണെങ്കിൽ ഇതായി ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു സ്ട്രക്ചർ ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എന്ത് റാപ്പ് ചെയ്തിരിക്കുന്നു. റാപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്നത് അതേപോലെയാണ്. നമ്മുടെ മുകളിലൊരു ഇതുണ്ട്, അതേപോലെ ഈ സൈഡിലും സോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതേപോലെ ഇപ്പുറത്തെ വശത്തും ഉണ്ട്. അപ്പൊ 3 വിട്ട് സഹായിക്കുന്നുണ്ട്. ഒന്ന് മുകളിൽ നേരത്തെ പോലെ തന്നെയാണ്, മുകളിൽ ഉള്ള ആ തിക്നെസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ 2 സൈഡിലും കൂടെ തിക്നെസ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാറുണ്ട്. ഗേറ്റ് അല്ലെങ്കിൽ ചാനലിനെ നമുക്ക് കുറച്ചുകൂടെ ഗേറ്റ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. ചാനലിനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഗേറ്റ് വെച്ച് കൺട്രോൾ ചെയ്യാം. കാരണം നേരത്തെ മുകളിൽ ഒരു പർട്ടിക്കുലർ പോർഷൻ വെച്ചിട്ടായിരുന്നു, ആ ഗേറ്റ് വെച്ചിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഴ്സ് ടു ഡ്രെയിൻ ആയിട്ടുള്ള കറണ്ട് ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റാപ്പ് ചെയ്തിരിക്കുന്നത് ട്രൈ ആണ്, ട്രൈ ഗേറ്റ്. നമ്മൾ ആദ്യം പഠിച്ച സെന്റൻസ് ഒക്കെ ആലോചിക്കുക, ട്രൈ ഗേറ്റ് സ്ട്രക്ചർ ആണ്. ട്രൈ ഗേറ്റ് സ്ട്രക്ചർ എന്ന് പറയാൻ കാരണം എന്താണ്, ഇവിടെ 3 സൈഡിൽ നിന്നാണ് ഗേറ്റിന്റെ എഫക്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ട്രൈ ഗേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഗേറ്റ് ഇലക്ട്രോഡ് റാപ്സ് ദി ചാനൽ, ചാനലിനെ റാപ്പ് ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞത് സിലിക്കൺ ഫിൻ ആണ് റാപ്പ് ചെയ്തിരിക്കുന്നത്. തിൻ സിലിക്കൺ ഫിൻ ആണ്, തിന്നായിട്ടുള്ള സിലിക്കൺ ഫിൻ ആണ് ഇവിടെ ഗേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വെച്ചിട്ട് ട്രൈ ആയിട്ട് 3 ട്രൈ, ഒന്നിവിടെ, ഒന്ന് ഈ വശത്ത്, ഒന്ന് ഇപ്പുറത്തെ വശത്ത്, അങ്ങനെ ട്രൈ ആയിട്ട് എന്ത് ചെയ്തിരുന്നു, റാപ്പ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഗേറ്റിന് കുറച്ചുകൂടെ കൺട്രോൾ ഉണ്ടാവും ചാനലിന് അക്രോസ്. ഓക്കെ, അപ്പോ അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ കണ്ടക്ടിങ് ചാനൽ ഈസ് ഗ്രേറ്റ്ലി കൺട്രോൾഡ്. പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഗ്രേറ്റ്ലി കൺട്രോൾഡ് ബൈ ദി ഗേറ്റ് ആണ്. ഇനി തിക്നെസ് ഓഫ് ദി ഫിൻ determines the effective channel length.
പിന്നിന്റെ തിക്നെസ് എഫക്റ്റീവ് ചാനൽ ലെങ്തിനെ ഡിറ്റർമിൻ ചെയ്യും. അതായത് ഫിന്നിന്റെ 3 വശത്തു നിന്ന് ഫിന്നിന്റെ എഫക്ട് ഉണ്ടാവുന്നുണ്ട്. ആ 3ന്റെയും കൂടെ എഫക്റ്റും കൂടെ ചേർത്തിട്ടാണ് ചാനൽ ലെങ്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോഴ്സിന്റെ ഡ്രെയിനിലോട്ട് പോകുന്ന ചാനൽ ഉണ്ടല്ലോ, സോഴ്സിന്റെ ഡ്രെയിനിലോട്ട് പോകുന്ന ആ ചാനലിന്റെ ലെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്ന എന്താണ്? ഫിന്നിന്റെ തിക്നെസ് ആണ്. ഇവിടെ ഫിന്നിന്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ ഫിന്നിന്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ 3 സ്ഥലത്തു നിന്നുള്ള തിക്നെസ് എഫക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ വശത്തു നിന്നുള്ളത്, പിന്നെ ഇപ്പുറത്തെ വശത്തു നിന്നുള്ളത്, പിന്നെ ഇപ്പുറത്തുനിന്ന് വശത്തുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വരെ ഇവിടെ ഇപ്പോൾ 3 ഭാഗത്ത് നിന്ന് കൺട്രോൾ ചെയ്യുന്നു. അതാണ് മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ല, ഇത്രയാണ് അതിന് എക്സ്പ്ലനേഷൻ ഉള്ളത്. അപ്പൊ അഡ്വാൻറ്റേജസ് എന്താണ് ഈ ഫിൻ വരുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. ഫിൻ വരുന്നതുകൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഷോർട്ട് ചാനൽ എഫക്ട്, ഷോർട്ട് ചാനൽ എഫക്ട്സ്, ലീക്കേജ് കറണ്ട് പ്രിവെന്റ് ചെയ്യാക്കും, ഷോർട്ട് ചാനൽ എഫക്ട് പ്രിവെന്റ് ചെയ്യാക്കും. ഈ മെയിൻ ആയിട്ട് നമ്മൾ സൈസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കേസാണ്. ഷോർട്ട് ചാനൽ എഫക്റ്റും ചാനൽ ലെങ്ത് മോഡുലേഷനും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഷോർട്ട് ചാനൽ എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈസ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും, മാക്സിമം സൈസ് ചുരുക്കി കൊണ്ടുവരും. എന്തിനാണ്? നമുക്കറിയാം പുതിയ ടെക്നോളജി വരുന്നതനുസരിച്ച് സ്ലിം ആയി വരികയാണ് ഓരോന്നും. അപ്പൊ നമ്മൾ സൈസ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന അനുസരിച്ച് ഉണ്ടാവുന്ന മോസ്ഫെറ്റിന് ഉണ്ടാവുന്ന പ്രോബ്ലങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഷോർട്ട് ചാനൽ എഫക്റ്റ് ആണ്. ഷോർട്ട് ചാനൽ എഫക്റ്റ് ലീക്കേജ് കറണ്ട്, ആ ഷോർട്ട് ചാനൽ എഫക്റ്റിൽ തന്നെ മെയിൻ ആയിട്ട് വരുന്നത് ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ് എന്നുള്ളൊരു കേസാണ്. ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ്. ഓക്കെ, അപ്പം ഈ രണ്ടിന്റെ ഇടയിൽ ബാരിയേഴ്സ് ഉണ്ടാവും. ആ ബാരിയറിന്റെ എഫക്റ്റീവ് ലോവറിംഗ് ഉണ്ടാവുന്ന കാരണം കുറെ കൂടെ ലീക്കേജ് ഒക്കെ ഉണ്ടാവും. ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. 3 വശത്തു നിന്നും കൂടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മറ്റൊരു ചാനലിന്റെ ലെങ്ത് കുറയുമ്പോൾ കൺട്രോൾ കുറയും, ഗേറ്റിന് കൺട്രോൾ വളരെയധികം കുറയും. അത്യാവശ്യം നല്ല ചാനൽ ലെങ്ത് ഉണ്ടാകുമ്പോൾ ഗേറ്റ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുകയും ഈ എഫക്ട്സുകളൊന്നും ഉണ്ടാവുകയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ സൈസ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതനുസരിച്ച് ചാനലിന്റെ സൈസ് എന്താവും? ചെറുതാവും. ചാനലിന്റെ സൈസ് ചെറുതാകുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ളത് തന്നെ ഷോർട്ട് ചാനൽ എഫക്ട്സ് ഒരുപാട് ഉണ്ടാവും. അതിൽ ഏറ്റവും വെലോസിറ്റി, സാച്ചുറേഷൻ, അങ്ങനെ കുറെ നമ്മൾ പഠിക്കുന്നുണ്ട്, ലീക്കേജ്. അപ്പൊ അതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. കാരണം ചാനലിന്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് വെച്ചാൽ തിക്നെസ് ഓഫ് ദി ചാനലിന്റെ എഫക്റ്റീവ് ലെങ്ത്. അപ്പൊ നമ്മൾ ചാനലിന്റെ ലെങ്ത് ഇപ്പൊ ഞാൻ കുറച്ചുകൊണ്ടുവരികയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഇത്രയും ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ചാനലിന്റെ ലെങ്ത് ഡ്രെയിനും സോഴ്സും ആയിട്ടുള്ളത്, ഡ്രെയിനും ഇവിടെ ഉണ്ട്, ഇവിടെ സോഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോ ഇത് നമ്മൾ ചുരുക്കുന്നു, സൈസ് കുറച്ചുകൊണ്ട് വന്ന് ഇത്ര ആയെന്ന് വെക്കുക. അപ്പൊ നമ്മളെ സാധാരണ കേസിൽ എന്ത് സംഭവിക്കും? സാധാരണ കേസിൽ ഇത്ര ഗേറ്റിന് ഇത്രയാണ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ ഇവിടെ റാപ്പിംഗ് ഉള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു എഫക്റ്റീവ് ചാനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫക്റ്റീവ് ചാനൽ ലെങ്ത് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി തിക്നെസ് ഓഫ് ദി ഫിൻ. പക്ഷെ ഇവിടെ ഫിൻ ഒറ്റ സ്ഥലത്തല്ല ഉള്ളത്, 3 സ്ഥലത്താണ് ഉള്ളത്, അല്ലെ? ട്രൈ ഗേറ്റ് സ്ട്രക്ചർ ആണ്. അപ്പൊ 3 സ്ഥലത്തും കൂടെ ഉണ്ടാകുമ്പോൾ എന്താണ്? ചാനലിന്റെ ലെങ്ത് കാണുമ്പോൾ ഇവിടെ ഇത്രയും സൈസ് കുറഞ്ഞെങ്കിൽ പോലും 3 വശത്തുനിന്ന് വരുന്നത് കൊണ്ട് അത്യാവശ്യം ചാനൽ ലെങ്ത് ഉള്ളതായിട്ട് തന്നെയാണ് അത് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? പിന്നെ എന്താണ് ഈ ടെക്നിക്ക്? എന്താണ്? ഓപ്പറേറ്റിംഗ് സ്പീഡ്, ലോ ത്രെഷോൾഡ് മോസ്ഫെറ്റിന് ഓപ്പറേറ്റിംഗ് സ്പീഡ് കൂട്ടുകയും അതേപോലെ ഹൈ ത്രെഷോൾഡ് വോൾട്ടേജ് ഉള്ളതിന് ലീക്കേജ് കുറയ്ക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആവശ്യം അനുസരിച്ച് ഹൈ സ്പീഡ് ആണോ അതോ ലെസ് ലീക്കേജ് ആണോ വേണ്ട എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മോസ്ഫെറ്റ് സെലക്ട് ചെയ്യണം. അപ്പൊ ഈ ടെക്നിക്ക് കൊണ്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ഒന്ന്, ഷോർട്ട് ചാനൽ എഫക്റ്റും ലീക്കേജ് കറണ്ടും കുറയും. 2, മെയിൻ ആയിട്ടുള്ള ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ് കുറയ്ക്കും. 2ാമത്, ഓപ്പറേറ്റിംഗ് സ്പീഡ് കൂട്ടാം ലോ ത്രെഷോൾഡ് മോസ്ഫെറ്റിന്റെ കേസിലാണെങ്കിൽ. അല്ലെങ്കിൽ ഹൈ ത്രെഷോൾഡ് വോൾട്ടേജിന്റെ മോസ്ഫെറ്റിന്റെ കേസ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ലീക്കേജ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. ഇതാണ് ഫിൻഫെറ്റിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി കണ്ടു. ഇപ്പൊ നമ്മൾ എക്സാമിനൊക്കെ വരയ്ക്കാനാണെങ്കിൽ ഈ ഒരു രീതിയിൽ സ്ട്രക്ചർ വരച്ചാൽ മതി. ഒരു സോഴ്സ്, ഡ്രെയിനും ഉണ്ടാവും, ഗേറ്റ് റാപ്പ് ചെയ്താണ് വെച്ചിരിക്കുന്നത്, മറ്റൊരു ഇൻസുലേറ്റർ ആ ഒരു ഡിവൈസ് വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ?
അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ള മോസ് തന്നെയാണിത്, മോസ്ഫെറ്റ് തന്നെയാണിത്, പക്ഷെ ഒരു മോഡിഫൈഡ് ഫോം ഓഫ് മോസ്ഫെറ്റ്. എന്തിനാണ്? ഇപ്പോഴും തന്നെ പഠിച്ചു പോകുക. എന്തിനാണ്? ഷോർട്ട് ചാനൽ എഫക്റ്റും ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് വേരിയൽ ലോവറിംഗും എല്ലാം കുറയ്ക്കാൻ വേണ്ടി മോസിന്റെ സ്ട്രക്ചറാണ്. ഗേറ്റിന് കുറെ കൂടെ കൺട്രോൾ കിട്ടണം, ചാനലിന് എക്രോസ് ആയിട്ട് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടാൻ വേണ്ടി മൂന്ന് വശത്തു നിന്നും ചാനലിന്റെ എഫക്ട് ഉണ്ടാവുന്നത് ട്രൈ ചാനലിന്റെ എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഡ്രെയിൻ ക്യാരയ്ക്കൊന്ന് മാറ്റമില്ല, സെയിം ക്യാര തന്നെയാണ് വരുന്നത്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഡ്രെയിൻ ക്യാരയും ഒന്ന് ഏതാണ്? ട്രാൻസ്ഫർ ക്യാരയാണ്. ഇതിനൊന്നും മോസ്ഫെറ്റിൽ നിന്ന് ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യം പോലും ഇല്ല. അപ്പൊ ഇതിന്റെ റീജിയൻസ് ഏതൊക്കെ റീജിയൻ ഉണ്ട്? 3 റീജിയൻ ഉണ്ട്. ഒന്ന് കട്ട് ഓഫ് ആണ്. കട്ട് ഓഫിന്റെ കേസ് കണ്ടീഷൻ അറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. മോസ്ഫെറ്റിന്റെ കട്ട് ഓഫിന്റെ കേസ് സെയിം സാധനം. കട്ട് ഓഫ് എന്താണ്? ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഈസ് ലെസ് ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ്. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്, ഇവിടുത്തെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്താണ്? ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ കുറവാകുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു കറണ്ട് ഫ്ലോ ചെയ്യില്ല. കാരണം ചാനൽ ഫോം ചെയ്യണമെങ്കിൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ത്രെഷോൾഡ് വാല്യൂ. ഇവിടെ എൻ ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. എൻ ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റിന്റെ കാര്യത്തിൽ എന്താണ്? VGS ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ത്രെഷോൾഡ് ആവുമ്പോഴേ അവിടെ ചാനൽ ഫോം ചെയ്യൂ. അതിന്റെ മോസ്ഫെറ്റിന്റെ വർക്കിംഗ് ഒക്കെ ആലോചിക്കുക. VGSന്റെ വാല്യൂ ത്രെഷോൾഡ് വാല്യൂ ആയാൽ മാത്രമേ ചാനൽ ഉണ്ടാവൂ. ചാനൽ ഉണ്ടായാൽ മാത്രമേ കറണ്ട് അവിടെ ഫ്ലോ ചെയ്യുകയുള്ളൂ ആണല്ലോ. അപ്പം ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ത്രെഷോൾഡിനേക്കാൾ കുറവാണെങ്കിൽ there is no current flow. അപ്പൊ അത് ആ റീജിയനെയാണ് കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. VGS ലെസ് ദാൻ VTH, അതാണ് കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. അവിടെ ഒരു കറണ്ട് ഫ്ലോവും ഉണ്ടാവില്ല. ഇനി VGSന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ഏത് വരെയാണ്? VGS ഗ്രേറ്റർ ദാൻ VTH ആവുകയും ഇറ്റ് ഈസ് ലെസ് ദാൻ VGS മൈനസ് ത്രെഷോൾഡ് അല്ലെ. VGS drain source voltage. If the gate voltage is greater than threshold voltage, drain source voltage VDS in the value it lies between VGS minus VTS. അപ്പോൾ രണ്ട് കണ്ടീഷൻ ആണ് അവിടെ വരുന്നത്. ഒന്ന് എന്താണ്? VGS greater than threshold ഉറപ്പായിട്ടും എങ്കിലേ കറണ്ട് ഫ്ലോ ചെയ്യൂ. കട്ട് ഓഫ് ഒഴിച്ച് ബാക്കി എല്ലാ കണ്ടീഷനിലും VGSന്റെ വാല്യൂ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വാല്യൂ ആയിരിക്കണം ആണല്ലോ. അപ്പൊ എന്താണ് ആ ത്രെഷോൾഡ് എന്നൊക്കെ മനസ്സിലാലോചിക്കുക. ത്രെഷോൾഡ് വാല്യൂ എന്ന് വെച്ചാൽ അവിടെ ചാനൽ ഫോം ചെയ്യണമെങ്കിൽ ഒരല്പം വോൾട്ടേജ് കൊടുക്കണം. ഗേറ്റില് പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോഴല്ലേ അട്രാക്ഷൻ കാരണം കുറച്ച് നെഗറ്റീവ് സാധനങ്ങൾ അവിടെ അതിന്റെ ബോട്ടത്തിൽ വന്ന് നിൽക്കണം, അക്യുമുലേറ്റ് ചെയ്യണം അല്ലെ. അപ്പോഴല്ലേ ചാനൽ അവിടെ ഫോം ചെയ്യൂ. ആ ചാനൽ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ വോൾട്ടേജിനാണ് നമ്മളൊരു പേര് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ത്രെഷോൾഡ് വോൾട്ടേജ്. അപ്പൊ ആ ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ കുറഞ്ഞിരുന്നാൽ അവിടെ ചാനൽ ഇല്ല. ചാനൽ ഇല്ലാത്തടത്ത് ഒരു ഉപയോഗമില്ല, കണ്ടക്ഷൻ നടക്കത്തില്ല. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ, കട്ട് ഓഫ്. ഇനി ബാക്കി എല്ലാ കണ്ടീഷനും VGS ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ് ആയിരിക്കണം. ഇനി അടുത്ത രണ്ട് റീജിയൻ ഉണ്ട്, ലീനിയർ ഉണ്ട്, സാച്ചുറേഷൻ ഉണ്ട്. ലീനിയർ റീജിയനിലെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് അല്ല, ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ആണ്. ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ലെസ് ദാൻ VGS മൈനസ് VTH ആണെങ്കിൽ ഇത് സാച്ചുറേഷൻ കണ്ടീഷൻ ആണ് ഈ പറയുന്നത് അല്ലെ. VGS മൈനസ് VTHനേക്കാൾ കൂടുതലാണെങ്കിൽ ഇത് ബിക്കം സാച്ചുറേഷൻ അല്ലെ. പിഞ്ച് ഓഫ് ഒക്കെ ആയി പോവും, അങ്ങനെ സാച്ചുറേഷനിലോട്ട് പോകും. അപ്പോൾ ഈ കണ്ടീഷൻ ഓർക്കുക, VDSന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ VTH ഉറപ്പായിട്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ VGS മൈനസ് VTH ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ലീനിയർ റീജിയൻ ആണ്. അപ്പൊ ഈ ഫിഗറിൽ തന്നെ നമുക്ക് ലീനിയർ റീജിയൻ അറിയാം. ഇനി എങ്ങനെ പെട്ടെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മോസ്ഫെറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു നമുക്ക് വേണമെങ്കിൽ അത് ഇങ്ങനെ വരയ്ക്കാം അല്ലെ. സോ ദിസ് വിൽ ബി ദി ലീനിയർ റീജിയൻ. അപ്പൊ ഈ ഒരു രീതിയിൽ ഇപ്പൊ ഈ റെഡ് വെച്ച് വരച്ചിരിക്കുന്ന ലീനിയർ റീജിയൻ അവിടെ ലീനിയർ ആയിട്ടാണ്, അതായത് VDS ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് ലീനിയർ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് VTH ആവുകയും ചെയ്യണം,
it should be less than, one second. Okay, and it should be less than 2 into VGS minus VTH. ആവുമ്പോൾ എന്ത് സംഭവിക്കും? സാച്ചുറേഷൻ. അപ്പൊ ആ 3 റീജിയൻ ആണുള്ളത്. അപ്പോ കണ്ടക്ഷൻ ഇല്ലാത്ത ഉള്ള റീജിയൻ, അതായത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് പറയാം അല്ലെ, ഇതാണ് VGS ത്രെഷോൾഡിനേക്കാൾ താഴെയുള്ളവിടെ കണ്ടക്ഷൻ ഇല്ല, there is no current, ആ റീജിയൻ ആണ് ഇത്. അപ്പോ അതിനേക്കാൾ കൂടുമ്പോൾ കറണ്ട് ഉണ്ടാവും. ഇനി ആ കറണ്ട് ഉണ്ടാകുന്ന ലീനിയർ എന്നുള്ള റീജിയന് അല്ലെ, ലീനിയർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ലീനിയർ എന്നുള്ള റീജിയൻ എന്തെന്ന് പറയാം, ഇറ്റ് ഈസ് ലീനിയർ റീജിയൻ. അവിടെ കറണ്ടും വോൾട്ടേജും ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ബാക്കിയുള്ളത് സാച്ചുറേഷൻ ആണ്. സാച്ചുറേഷൻ റീജിയന്റെ കണ്ടീഷൻ നിങ്ങൾ ഓർക്കുക. സോ ദിസ് ഈസ് ദി റെയിൻ ക്യാര. സെയിം ക്യാര തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. മോസ്ഫെറ്റിന്റെ സെയിം തന്നെയാണ്. പിന്നെ കുറച്ച് വ്യത്യാസമാണ് അവിടെ മെയിൻ ആയിട്ടുള്ളത്. കാര്യം നിങ്ങൾ ആ ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ അറിയാം, ആകെ ഇവിടെ വരുന്ന വ്യത്യാസം കമ്പയർ ചെയ്ത് പറയാണ്. VGSന്റെ വാല്യൂ ഉണ്ടോ ഇവിടെ 0.4ഉം 0.6ഉം 0.82 ഒക്കെ എത്തുമ്പോൾ തന്നെ ഈ ഒരു കർവ് ആവുന്നുണ്ട്, ഇത്രയും കറണ്ട് കൂടുന്നുണ്ട്. VGS 1 ആവുമ്പോൾ, VG അല്ലെങ്കിൽ VGS 1 ആവുമ്പോൾ തന്നെ ഇത്രയും ഹൈ കറണ്ട് കിട്ടുന്നുണ്ട് ID. ഓക്കെ, പക്ഷെ മറ്റേ അവിടെ ഇത്രയും ചെറിയ ഗേറ്റ് വോൾട്ടേജിൽ തന്നെ ഇത്രയും ഹൈ കറണ്ട് കിട്ടത്തില്ല. അതാണ് ആകെ ഉള്ള ഒരു ചേഞ്ച്. അത് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. മോസ്ഫെറ്റിന്റെ കേസ് നോക്കുമ്പോൾ VGSന്റെ വാല്യൂ ഈ 0.4 ഒന്നും ആകുമ്പോൾ ഇത്രയും ഹൈ ID ഒന്നുണ്ട്, ഈ ഒരു വാല്യൂലൊന്നും ഇത്രയും ഹൈ ID ഒന്നും കിട്ടത്തില്ല. കാരണം നമുക്കറിയാം ഗേറ്റ് കുറച്ചു കൊടുത്താലും 3 വർഷത്തിൽ നിന്ന് എഫക്ട് വരുന്നുണ്ട്, കറണ്ടിന്റെ എഫക്ട് കുറച്ചുകൂടെ കൂടും. അപ്പൊ ആകെ ഓർക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, VGS മറ്റേനേക്കാൾ കുറച്ച് മതി. VGS മറ്റേനേക്കാൾ കുറച്ച് വരുമ്പോൾ തന്നെ കറണ്ട് കൂടുതലായിരിക്കും. അപ്പൊ നേരത്തെ കേസിൽ നമ്മളിപ്പോ ഒരു 0.8 കൊടുത്താൽ ചിലപ്പോൾ കറണ്ടൊക്കെ ഇത്രയൊക്കെ കാണും, ഈ റേഞ്ചിനൊക്കെ കാണും അല്ലെ. അപ്പൊ ആ ഒരൊറ്റ ചേഞ്ച് മാത്രം ഓർക്കുക. പിന്നെ ഉള്ളത് ട്രാൻസ്ഫർ ക്യാര, സെയിം ഡയഗ്രാം തന്നെയാണ് ട്രാൻസ്ഫർ ക്യാര എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്ഫർ ക്യാര ആകുമ്പോൾ ത്രെഷോൾഡ് വോൾട്ടേജ് അല്ലെ, VGയുടെ വാല്യൂ ത്രെഷോൾഡ് വോൾട്ടേജ്. അപ്പൊ ഇവിടെ ആയിരിക്കും ഇതിന്റെ ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ത്രെഷോൾഡ് ഏതാണ്ട് ഈ വാല്യൂ ആയിരിക്കും 0.4. അത് കഴിഞ്ഞ് മാത്രമേ ID ഉണ്ടാവും. ത്രെഷോൾഡിനേക്കാൾ താഴെ കറണ്ട് എന്തായിരിക്കും? ഇറ്റ് ഈസ് 0. ത്രെഷോൾഡിനേക്കാൾ താഴെ കറണ്ട് 0. ത്രെഷോൾഡിനേക്കാൾ മുകളിലോട്ട് എന്താണ്? കറണ്ടിന് വാല്യൂ ഉണ്ട്. ക്ലിയർ ആയല്ലോ? പിന്നെ ഇവിടെ ആ പറഞ്ഞ പോലെ തന്നെ സാധാരണ മോസ്ഫെറ്റിന്റെ കേസിൽ വരയ്ക്കുമ്പോൾ എൻഹാൻസ്മെന്റ് ആകുമ്പോൾ അവിടുത്തെ റേഞ്ച് ഒരു 0.6ഓ 0.5 0.6 അല്ലെങ്കിൽ 0.7 റേഞ്ചിനായിരിക്കും ഇത് 0യിൽ നിന്ന് മാറി ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ ആയപ്പോൾ നോക്കി ഏതാണ്ട് ഒരു 0.4 റേഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ അല്ലെ എന്ത് ചെയ്യുന്നു? കറണ്ട് ID ഇൻക്രീസ് ചെയ്യുന്നു. ആ ഒരു ചെറിയ വേരിയേഷൻ മാത്രമേ നമ്മുടെ ഗ്രാഫില് ഫിൻഫെറ്റും മോസ്ഫെറ്റും ആയിട്ടുള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്, വർക്കിംഗ് സെയിം ആണ്. ഒരു വശത്തു നിന്ന് എഫക്ട് വരുന്നതിന് പകരം 3 വശത്തു നിന്ന് എഫക്ട് വരും. അതാണ് ഫിൻഫെറ്റിന്റെ ആകെ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്.